ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹായ്, നമസ്കാരം. UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഒരേ സമയം ഒരു കവിയും അതേസമയം തന്നെ ഒരു വലിയ രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം, അസീസ് അബ്ബാസ. അദ്ദേഹത്തിന്റെ ജീവിതവും കൃതികളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് എങ്ങനെ സഹായകമാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഇത് പലതവണ എക്സാമിന് ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒന്നാണ്. അഹമ്മദ് ഷൗക്കിക്ക് ശേഷം അറബിയിലെ കാവ്യനാടക ശാഖയെ മുന്നോട്ട് നയിച്ചത് ആരായിരുന്നു? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം മാത്രം നിങ്ങൾ ഓർത്തുവെച്ചാൽ അസീസ് അബ്ബാസിയുടെ സാഹിത്യത്തിലെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ഈ ഒരു വിശകലനത്തിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്ന്, ഷൗക്കിക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം, പിന്നെ അദ്ദേഹത്തിന്റെ ജനനം, വിദ്യാഭ്യാസം എന്നിവ. തുടർന്ന് ഭരണരംഗത്തെ അദ്ദേഹത്തിന്റെ കരിയർ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാവ്യനാടകങ്ങൾ, അവസാനം അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികളും അദ്ദേഹം ബാക്കിവെച്ചുപോയ പൈതൃകവും. ശരി, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഷൗക്കിക്ക് ശേഷമുള്ള അമരക്കാരൻ. അറബി സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് നമുക്ക് കൃത്യമായി ഒന്ന് നിർവചിക്കാം. ഈയൊരു പോയിന്റ് നിങ്ങളുടെ നോട്ടിൽ ഒന്ന് അടിവരയിട്ട് വെച്ചോളൂ. അസീസ് അബ്ബാസ ഒരു ഈജിപ്ഷ്യൻ കവിയാണ്. അഹമ്മദ് ഷൗക്കിക്ക് ശേഷം കാവ്യനാടക പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അതായത് ഷൗക്കി തുടങ്ങിവെച്ച ആ ഒരു വലിയ മുന്നേറ്റത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് അബ്ബാസയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പോയിന്റ് ഇത്രയും പ്രധാനപ്പെട്ടതാവുന്നത്. അപ്പോൾ ആരായിരുന്നു അദ്ദേഹമെന്ന് നമ്മൾ കണ്ടു. ഇനി എങ്ങനെയാണ് അദ്ദേഹം ഈ നിലയിലേക്ക് എത്തിയതെന്ന് നോക്കാം, അല്ലേ? അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം, വിദ്യാഭ്യാസം, ഷർക്കിയയിൽ തുടങ്ങി കൈറോയിലെ ലോ കോളേജ് വരെയുള്ള ആ ഒരു യാത്ര നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ കുടുംബവേരുകൾ ചെന്നെത്തുന്നത് സിർക്കാസിയയിലേക്കാണ്. വളരെ പ്രശസ്തമായ അബാസ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇതിലൊരു രസകരമായ കാര്യമുണ്ട്. ഈ അബാസ എന്ന പേര് വന്നത് അബാസിയ എന്ന സ്ഥലക്കാരിയായ അവരുടെ അമ്മയിൽ നിന്നാണ്. ഈജിപ്തിലെ ഷർക്കിയ പ്രവിശ്യയിലെ മിന്യ അൽ കംഹ് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ പഠനകാലം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അത് അസാധാരണമായിരുന്നു. നാസിറിയ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം, പിന്നീട് അലക്സാണ്ട്രിയയിലെ വിക്ടോറിയ കോളേജ് പോലുള്ള വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങളിലായിരുന്നു പഠനം. ഈയൊരു ശക്തമായ അക്കാദമിക് പശ്ചാത്തലമാണ് 1923 കൈറോയിലെ ലോ കോളേജിൽ നിന്ന് ബിരുദം നേടാൻ അദ്ദേഹത്തെ സഹായിച്ചത്. നിയമപഠനം കഴിഞ്ഞു. ഇനി എങ്ങോട്ടാണ് അദ്ദേഹം പോയത്? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഒരു അഭിഭാഷകനായി തുടങ്ങി സെനറ്റ് അംഗം വരെ എത്തിയ അദ്ദേഹത്തിന്റെ ഭരണരംഗത്തെ ജീവിതം. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. അദ്ദേഹത്തിന്റെ കരിയർ എത്ര വേഗത്തിലാണ് മുന്നോട്ട് പോയതെന്ന് കാണാം. 1923 ഒരു ലോയറായി പ്രാക്ടീസ് തുടങ്ങി വെറും 6 വർഷം കൊണ്ട് അദ്ദേഹം പാർലമെന്റ് മെമ്പറായി. നോക്കൂ, 1947 ആയപ്പോഴേക്കും പോർട്ട് സയ്യിദിന്റെ ഗവർണറും സെനറ്റ് അംഗവുമായി മാറി. ഭരണരംഗത്ത് തന്റെ കഴിവ് അദ്ദേഹം ഇതിനകം തെളിയിച്ചു കഴിഞ്ഞിരുന്നു. ഇവിടെയാണ് ശരിക്കും ഒരു അത്ഭുതം വരുന്നത്. ഇത്രയും തിരക്കുള്ളൊരു ഗവൺമെന്റ് ഒഫീഷ്യൽ, ഒരു ഗവർണർ, എങ്ങനെയാണ് ഇത്രയും മികച്ചൊരു സാഹിത്യകാരൻ കൂടിയായത്? നമുക്ക് അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളിലേക്ക്, ആ അനശ്വരമായ പൈതൃകത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അദ്ദേഹത്തിന് ഒരേ ഒരു കവിതാസമാഹാരം മാത്രമാണുണ്ടായിരുന്നത്. അതിന്റെ പേരാണ് ആഹാത്തുൻ ഹായറ. 1943 ഇത് പ്രസിദ്ധീകരിച്ചത്. ഇത് അദ്ദേഹം സമർപ്പിച്ചത് ആർക്കാണെന്നറിയാമോ? സാക്ഷാൽ താഹാ ഹുസൈന്. അതിൽ നിന്ന് തന്നെ സാഹിത്യലോകത്തെ അദ്ദേഹം എത്രമാത്രം ബഹുമാനിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ നമ്പർ, ഇത് നിങ്ങൾ കൃത്യമായി ഓർത്തുവെക്കണം. 9. അതെ, അസീസ് അബ്ബാസ 9 കാവ്യനാടകങ്ങളാണ് രചിച്ചത്. എക്സാമിന് ഈ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഈയൊരു സ്ലൈഡ് നിങ്ങളുടെ റിവിഷന് വളരെ ഉപകാരപ്പെടും. നോക്കൂ, അദ്ദേഹത്തിന്റെ 9 നാടകങ്ങളും അവ പ്രസിദ്ധീകരിച്ച വർഷങ്ങളും ഇതിലുണ്ട്. ഇതിലെ ഓരോ നാടകവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കൈസ് വ ലുബ്ന, ഷജറത്തുദ്ദുർ പോലുള്ള ചരിത്രപരവും റൊമാന്റിക്കുമായ നാടകങ്ങൾ. ഇവയുടെയൊക്കെ ഇതിവൃത്തം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് പരീക്ഷയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയധികം സംഭാവനകൾ പൊതുജീവിതത്തിലും സാഹിത്യത്തിലും നൽകിയ അദ്ദേഹത്തിന് എന്തൊക്കെ അംഗീകാരങ്ങളാണ് ലഭിച്ചത് എന്ന് നോക്കാം. നമുക്ക്
ഈ ഭാഗത്തോടെ ഈ വിശകലനം അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ നോക്കുമ്പോഴാണ് ശരിക്കും അത്ഭുതം. ഒരു വശത്ത് ഭരണരംഗത്ത് പാഷ എന്ന ഉയർന്ന പദവി, സെനറ്റിൽ അംഗത്വം. അതേസമയം മറുവശത്ത് നോക്കൂ, കൈറോയിലെയും ഇറാഖിലെയും ഭാഷാ അക്കാഡമികളിൽ അംഗത്വം. ഇത് കാണിക്കുന്നത് രണ്ട് ലോകങ്ങളിലും അദ്ദേഹം ഒരുപോലെ തിളങ്ങിയിരുന്നു എന്നാണ്. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ്. ഇതെന്തായാലും ഓർത്തുവെക്കണം. 1965 സാഹിത്യത്തിലെ ഈജിപ്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നായ ജായിസത്ത് ദൗല അത്തഖ്ദീരിയ, അതായത് സ്റ്റേറ്റ് അപ്രീസിയേഷൻ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തിലെ ഒരു പൊൻ തൂവലായിരുന്നു അത്. നിരൂപകർ അദ്ദേഹത്തിന്റെ എഴുത്തുശൈലിയെ വിശേഷിപ്പിച്ചത് ഈ 3 വാക്കുകൾ ഉപയോഗിച്ചാണ്. അൽ ജസാല, അതായത് വാക്കുകളുടെ ഗാംഭീര്യം; അൽ ഖുവ്വ, പ്രയോഗങ്ങളിലെ ഒരു ശക്തി; പിന്നെ അൽ ഫഖാമ, അതായത് ആശയങ്ങളുടെ ഔന്നത്യം. അദ്ദേഹത്തിന്റെ എഴുത്തിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം വന്നാൽ ഈ 3 അറബി വാക്കുകൾ ഓർത്തുവെക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഭരണരംഗത്തെ അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ അനുഭവ സമ്പത്ത്, അദ്ദേഹത്തിന്റെ സാഹിത്യ കാഴ്ചപ്പാടുകളെയും നാടകങ്ങളിലെ വിഷയങ്ങളെയും എങ്ങനെയായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അസീസ് അബാസ എന്ന പ്രതിഭയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.